മലപ്പുറം ജില്ലയിലെ എടവണ്ണ കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രഭാത കീർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി സംഘടന അധ്യക്ഷ KP ശശികല നടത്തിയ പ്രതികരണം വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ഉച്ചഭാഷണിയുടെയുള്ള പാട്ടിനെതിരെ UDF പ്രവർത്തകർ എന്ന ലേബലിൽ ചിലർ മുദ്രാവാക്യം വിളിച്ചതാണ് നിലവിലെ പ്രകോപനത്തിന് ആധാരമായത്. ക്ഷേത്രത്തിലെ പാട്ട് നാട്ടുകാർക്ക് ശല്യമാണെന്നും അത് ഉച്ചത്തിൽ വെക്കേണ്ടതില്ലെന്നുമായിരുന്നു പ്രതിഷേധകരുടെ നിലപാട്. എന്നാൽ ഈ പ്രതിഷേധം ഏകപക്ഷീയമാണെന്നും ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെക്കുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാവില്ലെന്നുമാണ് ശശികലയുടെ വാദം. നിശബ്ദമായ പ്രഭാതവേളകളിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഉച്ചഭാഷിണികൾ മുഴങ്ങുന്നതിനോട് വ്യക്തിപരമായി തനിക്ക് യോജിപ്പില്ലെന്നും ശശികല വ്യക്തമാക്കുന്നുണ്ട്. ഭക്തി എന്നത് മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കേണ്ടത് ഒന്നല്ല. ഒരാൾ പോലും നാമം ചൊല്ലാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വെറുതെ ഉച്ചഭാഷിണിയിലൂടെ പാട്ടുകൾ വെച്ച് പരിസരം മുഴുക്കുന്നതിനോടോ സത്സംഗങ്ങൾ നടക്കുമ്പോൾ നാട് മുഴുവൻ കോളാമ്പികൾ കെട്ടി ശബ്ദമലിനീകരണം നടത്തുന്നതിനോടോ തനിക്ക് താല്പര്യമില്ലെന്ന് അവർ തുറന്നു പറഞ്ഞു. ഭക്തിഗാനങ്ങൾ കേൾക്കാനോ സത്സംഗത്തിൽ പങ്കെടുക്കാനോ താല്പര്യമുള്ളവർ ക്ഷേത്രത്തിലേക്ക് വരികയാണ് വേണ്ടതെന്ന യുക്തിപരമായ നിലപാടാണ് അവർ ഉയർത്തുന്നത്. എന്നാൽ ക്ഷേത്രത്തിലെ പാട്ടിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ എന്തുകൊണ്ട് പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നതിനെ കുറിച്ച് മൗനം പാലിക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പേരിൽ മാത്രം ആരും തങ്ങളുടെ സ്വൈര ജീവിതവും ഉറക്കവും ബലികഴിക്കേണ്ടതില്ലെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ശാന്തമായ ഉറക്കത്തിനിടയിലേക്ക് തുളച്ചു കയറുന്ന ഏത് ശബ്ദവും മനുഷ്യന് ഒരുപോലെ ശല്യമാണ്. അതിന് മതത്തിന്റെ വേർതിരിവില്ല. ക്ഷേത്രത്തിലെ പാട്ട് നിർത്തണമെന്നാവശ്യപ്പെടുന്ന അതേ രാഷ്ട്രീയക്കാരും നാട്ടുകാരും പള്ളിയിലെ ബാങ്ക് വിളി ഉയരുമ്പോൾ സമാനമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണോ എന്നതാണ് ശശികല ഉന്നയിക്കുന്ന കാതലായ പ്രശ്നം. അമ്പലത്തിലെ പാട്ട് ശല്യമായി തോന്നുന്നവർക്ക് പള്ളിയിലെ ബാങ്ക് വിളി ശല്യമായി തോന്നുന്നില്ലെങ്കിൽ അത് വെറും രാഷ്ട്രീയ നാടകമാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. ഉറക്കം തടസ്സപ്പെടാൻ ഏത് ശബ്ദവും മതിയാകും. അത് 1 മിനിറ്റോ 2 മിനിറ്റോ എന്നത് പ്രസക്തമല്ല. ഒരു തവണ ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കാൻ പലർക്കും സാധിക്കില്ലെന്ന പ്രായോഗികമായ വശവും അവർ തന്റെ പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടന നൽകുന്ന 25-ാം വകുപ്പ് അനുസരിച്ച് ഓരോ പൗരനും സ്വന്തം മതം വിശ്വസിക്കാനും ആചരിക്കാനും അവകാശമുണ്ട്. എന്നാൽ ഈ അവകാശം മറ്റൊരാളുടെ മൗലികാവകാശമായ സമാധാനപരമായ ജീവിതത്തെ ഹനിച്ചുകൊണ്ടാകരുത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്ന് മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം വിഷയങ്ങളിൽ ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത്. ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളെ ചോദ്യം ചെയ്യുകയും മറ്റൊരു വിഭാഗത്തിന്റെ അതിക്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ മതേതരത്വമല്ല. ഉച്ചഭാഷിണി എന്ന ഉപകരണം കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്ത് മതങ്ങളും സംസ്കാരങ്ങളും നിലനിന്നിരുന്നു. മൈക്കുകളുടെ സഹായമില്ലാതെ തന്നെ മതങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം എല്ലാ മതവിഭാഗങ്ങളും തിരിച്ചറിയണം. ബാങ്ക് വിളി 1 മിനിറ്റല്ലേ ഉള്ളൂ എന്ന് ന്യായീകരിക്കുന്നവർ ഉറക്കത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ശബ്ദത്തിന് മതമില്ലാത്തതുപോലെ തന്നെ അത് ഉണ്ടാകുന്ന അസ്വസ്ഥതയും സാർവത്രികമാണ്. എടവണ്ണയിലെ സംഭവത്തിൽ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കുടുംബത്തിന് ബാങ്ക് വിളി പ്രശ്നമില്ലെന്നും എന്നാൽ ക്ഷേത്രത്തിലെ പാട്ട് പ്രശ്നമാണെന്നും പറയുന്നതിലെ വൈരുദ്ധ്യം ശശികല ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം സെലക്റ്റീവായ പ്രതിഷേധങ്ങൾ കാണുമ്പോഴാണ് പ്രതികരണം എന്ന നിലയിൽ കൂടുതൽ ഉച്ചത്തിൽ പാട്ട് വെക്കാൻ വിശ്വാസികൾ പ്രേരിതമാകുന്നത്. രാഷ്ട്രീയമായ തിണ്ണമിടുക്ക് ഉപയോഗിച്ച് ഒരു വിഭാഗത്തിന്റെ മേൽ കുതിര കയറാൻ ശ്രമിച്ചാൽ അതിനെ അതേ നാണയത്തിൽ നേരിടുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണി ഉപയോഗം ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി കണ്ട് അതിൽ നിഷ്പക്ഷമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നാണ് ശശികലയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പാട്ട് വേണ്ടെങ്കിൽ ബാങ്കും വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാൻ മുദ്രാവാക്യം വിളിച്ചവർ തയ്യാറാകണം. അല്ലാതെ ക്ഷേത്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾ മതേതര കേരളത്തിന് ചേർന്നതല്ല. വിവേകപൂർണമായ പെരുമാറ്റം ഓരോ മതവിഭാഗത്തിൽ നിന്നും ഉണ്ടാകണം. മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു മതവിഭാഗത്തിനും തങ്ങളുടെ ആചാരങ്ങൾ ആഘോഷിക്കാൻ അവകാശമുള്ളൂ. രാഷ്ട്രീയ ലാഭത്തിനായി വിദ്വേഷം പടർത്തുന്നവർ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ ഇരട്ടത്താപ്പ് തുടരുന്നത് സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനേ സഹായിക്കൂ. പാട്ടും ബാഗും ഒരുപോലെ നിയന്ത്രിക്കാൻ തയ്യാറാണെങ്കിൽ ആ നിലപാടിനൊപ്പം നിൽക്കാൻ താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശശികല തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് കേരളത്തിലെ ആരാധനാലയങ്ങളിലെ ശബ്ദ നിയന്ത്രണങ്ങളെ കുറിച്ച് പുതിയൊരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചതിലല്ല, മറിച്ച് അതിനു പിന്നിലെ ഏകപക്ഷീയമായ നിലപാടുകളിലാണ് പ്രതിഷേധം ഉയരേണ്ടത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്.